വഖഫ് ബോർഡിന്റെ പേരിൽ അഴിമതി കാണിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ അടപടലം പൂട്ടാനൊരുങ്ങി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വഖഫിന്റെ പേരിൽ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല എന്നും അദ്ദേഹം കർശനമായും താക്കീത് നൽകിയിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ പേരിൽ ആളുകളുടെ സ്വത്തുക്കൾ ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് യു.പി. സർക്കാർ. ഇത്തരം എല്ലാ ഉദ്യോഗസ്ഥരെയും കുറിച്ച് സംസ്ഥാന സർക്കാർ 75 ജില്ലകളിലെയും ജില്ലാ മേധാവികളിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ ഉത്തരവിന് ശേഷം വഖഫ് സ്വത്തുക്കളായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ പരിഭ്രാന്തിയിലായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അടുത്തിടെ JPCക്ക് ഡാറ്റ നൽകിയതിനായി എല്ലാ ജില്ലകളിലെയും വഖഫ് സ്വത്തുക്കളുടെ സർവേ നടത്താനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ജില്ലാ മജിസ്ട്രേറ്റുകളെ ഏൽപ്പിച്ചിരുന്നു. സർവേക്ക് ശേഷം സർക്കാരിന് അയച്ച റിപ്പോർട്ടിൽ വഖഫ് ബോർഡിൽ തെറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ സ്വത്തുക്കളുടെ വിശദാംശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. JPC റിപ്പോർട്ടിന് ശേഷം സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത്തരം ഉദ്യോഗസ്ഥരെയോ ജീവനക്കാരുടെയോ രേഖകൾ, പേരുകൾ, പദവികൾ, ഡാറ്റ എന്നിവ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വഖഫ് ബോർഡിൽ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനെ കുറിച്ച് അലഹബാദ് ഹൈക്കോടതിയും സംസാരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിനെ മാഫിയ ബോർഡിനോട് താരതമ്യം ചെയ്യുന്ന മുഖ്യമന്ത്രി യോഗി ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചുപിടിക്കുമെന്നും വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉത്തർപ്രദേശിലാണ് ഉള്ളത്. ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിന് ഏകദേശം 2,17,000 സ്വത്തുക്കളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡിന് ഏകദേശം 15,000 സ്വത്തുക്കളുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ആകെ 57,792 എണ്ണം സർക്കാർ സ്വത്തുക്കളാണ്. അതേസമയം ഉത്തർപ്രദേശിലെ 90 മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കണമെന്ന് ശുപാർശ ചെയ്ത ന്യൂനപക്ഷ ക്ഷേമ ഓഫീസർ സർക്കാരിന് കത്ത് നൽകി കഴിഞ്ഞിരുന്നു. ഇവിടെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ ലഭ്യമായത്. ഇതിനെ തുടർന്ന് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. അതേപോലെ തന്നെ നേപ്പാൾ അതിർത്തിയോട് ചേർന്നാണ് അടച്ചുപൂട്ടൽ ശുപാർശ ചെയ്ത മദ്രസകൾ ഉള്ളത്. കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശം മദ്രസകൾ പാലിച്ചില്ല എന്നും ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസർ സഞ്ജയ് മിശ്ര പറഞ്ഞിരുന്നു. ടെലി കോൺഫറൻസിലൂടെയായിരുന്നു നിരവധി തവണ നിർദ്ദേശം നൽകിയിരുന്നത്. ബഹ്റായിച്ച് ജില്ലയിൽ ആകെ 301 അംഗീകൃത മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇതിൽ 90 മദ്രസകൾക്ക് നിർദ്ദേശം പാലിച്ചില്ല എന്നും സഞ്ജയ് മിശ്ര പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ വഖഫ് ബോർഡിന്റെ അനധികൃത കയ്യേറ്റത്തിനെതിരെ ബുൾഡോസർ നടപടി ഉണ്ടായിരുന്നു. വഖഫ് ബോർഡ് അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകളും ദർഗകളും ഇടിച്ച് നിരപ്പാക്കുന്നുവെന്നും ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്തിലെ വൈദ്വാരകയിലാണ് സംഭവം നടന്നത്. ദർഗയടക്കമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനെതിരെ ബെൽറ്റ് ബഡേല മുസ്ലിം ജമാഅത്തെ ട്രസ്റ്റ് സമർപ്പിച്ച എല്ലാ ഹർജികളും ഗുജറാത്ത് ഹൈക്കോടതി തള്ളിയിരുന്നു. ഹർജിയിൽ അടിസ്ഥാനരഹിതമാണ് എന്നും യാതൊരു പരിഗണനയും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ജസ്റ്റിസ് മൗന ഭട്ട് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ നൽകിയ ഇടക്കാല സ്റ്റേയും ഹൈക്കോടതി ഒഴിവാക്കിയിരുന്നു. വഖഫ് ബോർഡ് അനധികൃതമായി കെട്ടി നിർമ്മിച്ചിരിക്കുന്ന സർക്കാർ ഭൂമിയാണ് എന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.